ഗൈസ്, ആദീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കട്ടക്കാലം എന്ന് പറയുന്ന ഒരിടത്താണ്. ഇവിടെ നമ്മൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അച്ഛൻ വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് ഇങ്ങോട്ടൊന്ന് വരാം, നമ്മൾ ഇടയ്ക്കൊക്കെ വരണമാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്ന് അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹലോ, നമ്മുടെ വീഡിയോ ആദീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യക്കുട്ടം പറഞ്ഞ പോലെ തന്നെ ഇത് കൂവക്കടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് അരുവിക്കര ഡാമിൻ്റെ റിസർവോയർ പ്രദേശമാണിത്. വളരെ അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൂട്ടം മാറിയില്ല, വെള്ളത്തിൻ്റെ അടുത്ത് മാറിയില്ലേ, ഇങ്ങോട്ട് മാറിയുന്നു. അപ്പോൾ ഇവിടെ ഒരു തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ഒരു ഗ്രൗണ്ടുണ്ട്, സൂപ്പർ ഗ്രൗണ്ട് കണ്ടോ. അവിടെ ഇഷ്ടംപോലെ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഫുട്ബോളിൻ്റെ മറ്റേ കളിക്കുന്ന ആ സംഭവം കാണാം. പിന്നെ ഒരു പയ്യൻ നമ്മുടെ ബൈക്ക് കളിച്ചുകൊണ്ടിരിക്കുക, ബൈക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം ഇവിടെ കളിക്കും. എല്ലാ സൺഡേസിലൊക്കെ ഒരുപാട് പേര് വന്ന് കളിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ടോ, സൂപ്പർ സെറ്റപ്പാണ്. പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട് ഇവിടെ. അതുകൂട്ടം പറഞ്ഞ പോലെ അതുകൂടെ ആ കമ്പിയൊക്കെ വെച്ചിരിക്കുന്നോട്ട് ഓടി പോവുകയാണ്. ഒരു ഗ്രൗണ്ടാണ്, കമ്പി തട്ടി വീടല്ലേ അതുകൂട്ടാ. പിന്നെ ആ പയ്യൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു മാസ്റ്ററും കൂടെ ഉണ്ട് പഠിപ്പിക്കാൻ. അടിപൊളി ഗ്രൗണ്ടാണ്, സൂപ്പർ ഗ്രൗണ്ടാണ്. അതുകൂട്ടം ഗ്രൗണ്ട് കണ്ടുകൊണ്ട് ഓടയാണ്. പിന്നെ ഷട്ടിൽ കളിക്കുന്ന നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിലെല്ലാം ഉണ്ട്. നെറ്റ് കാണാമെന്തോ, നെറ്റിലാണ് ഞാൻ ഇങ്ങോട്ട് പോയിക്കൊണ്ട് കേട്ടോ. ഷട്ടിൽ നെറ്റൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. അവിടെ ബൈക്ക് പഠിക്കൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഗോൾ പോസ്റ്റൊക്കെ കാണാം. അതുകൊണ്ട് അങ്ങെത്തി. ഇതിപ്പോൾ നമ്മൾ പകലായതുകൊണ്ടും ഒക്കെയാണ് വന്ന രാത്രി. വൈകുന്നേരം ഒന്നും ഇവിടെ അങ്ങനെ ആരും വരില്ല. ഇവിടെ ഒരു വല്ലാത്തൊരു ഈ പക്ഷികളുടെയൊക്കെ ഒരു സൗണ്ടും ഒരു വിജനമായൊരു സെറ്റപ്പാണ് ഇവിടെ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ JCB കിടക്കുന്നുണ്ട് അവിടെ. അതായത് നമ്മുടെ ഈ റിസർവോയർ, ഡാമിൻ്റെ റിസർവോയറാണിത്. ഇവിടെ മൊത്തം ഈ മറ്റേ കൈത എന്ന് പറയുന്ന പുല്ലും വേസ്റ്റൊക്കെ കയറി നിറഞ്ഞതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ അതൊരു പ്രോജക്റ്റ് ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. അവിടെ ഈ ഫ്ലോട്ടിംഗ് JCB കിടപ്പുണ്ട് കേട്ടോ, തൂകൊണ്ട് കിടക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് JCB കിടപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ കഴിവുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ മണ്ണായിട്ട് കാണുന്ന സ്ഥലമൊക്കെ മൊത്തം ഈ കൈത കയറി നിറഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു ഇവിടെ മൊത്തം. പക്ഷേ ഇവിടെയൊക്കെ അവരിപ്പോൾ ആ കൈതയൊക്കെ വൃത്തിയാക്കി അതിനകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. മൊത്തം വെള്ളമാണ്, നമുക്ക് അപ്പുറത്ത് പോകാനുള്ള സെറ്റപ്പില്ല. പിന്നെ അവിടെയൊക്കെ ഇടിച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്, എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കാറ് കിടക്കുന്ന ഒരു സ്ഥലം കണ്ടോ, അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ആ ഒരു കാറ് കിടക്കുന്ന കണ്ടോ, അതാണ് ഒരു ബൈക്ക് പോയി. അത് കൂവക്കുടി പാലമാണ്. അവിടെ പുതിയ പാലവും പഴയ പാലമുണ്ട്. പഴയ പാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കെട്ടിയതാണ്. പുതിയ പാലം നമ്മൾ കെട്ടിയതാണ്. ഇപ്പോൾ പുതിയ പാലത്തിൽ കൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. പഴയ പാലം അങ്ങനെ തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. ടാറൊക്കെ ചെയ്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് കണ്ടോ, അടിപൊളിയാണ്. അതുകൂട്ടം പറഞ്ഞാൽ ബോൾ കിടക്കുന്നതാണ് പറഞ്ഞത്. ആ ഒരു ചുവന്ന ബോൾ കിടക്കണം. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് വെള്ളത്തിൽ അങ്ങ് കിടക്കണം. അപ്പോൾ അവിടെ എല്ലാം കുഴിയാണ്, അപകടമാണ്. അവിടെ ഇവിടെയൊക്കെ നല്ല അടിപൊളി ഗ്രൗണ്ടാണ്, സൂപ്പർ ഗ്രൗണ്ടാണ് കണ്ടോ. മൊത്തം ഭയങ്കര ഗ്രൗണ്ടാണ്. പുൽത്തകിടിയാണ്, സെറ്റാണ്. അതുകൂടെ ഇത് അവിടെ പോയി ഇരിക്കുകയാണ്. അവിടെ ഒരു മണ്ണൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. പശു കിടക്കുന്ന ചാലാണോ ഇത്? ശരി തന്നെ കേട്ടോ, പശുവിൻ്റെ രൂപത്തിലാണ് ഇത് കിടക്കുന്നത് തന്നെ. അത് എന്താ ചാല് മണലൊക്കെ ആണ് കുഴിച്ചിട്ട് പറഞ്ഞാൽ മൊത്തം മണലാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ. ഈ ചാല മൊത്തം വെള്ളമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കാലപ്പഴപ്പഴകത്തായിട്ടുണ്ട്. ഞാനേ അവിടെയൊക്കെ ആ കാളയിക്കണുണ്ടാ, അവിടെയൊക്കെ ചെന്ന് ഞാൻ കാലിങ്ങനെ വെക്കുമ്പോൾ ഒരു കുഴിയുണ്ട്, നമ്മൾ കാണാൻ പറ്റൂല. കമ്പി ഇരിക്കുമ്പം അവിടെ കുഴിയിക്കുമ്പോലെ നമ്മൾ കാണൂല, ഇങ്ങനെ ചവിട്ടി കൊടുക്കും. അതിനകത്ത് ഭയങ്കര വെള്ളമാണ്. ആ ചീത്ത ഇതേപോലത്തെ വെള്ളം മൊത്തം നമ്മുടെ കാലിലാവും.
അത് എനിക്ക് 2 പ്രാവശ്യം ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൈത എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഈ അത് അങ്ങോട്ട് പോകില്ല, ഡേഞ്ചറാണ്. ഇതിലൊക്കെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ കാണും. അപ്പോൾ ഇതുപോലത്തെ മൊത്തം ഇങ്ങനെ വേണ്ട കൈതയായിരുന്നു അവിടെ ആ കാണുന്ന സ്ഥലം മൊത്തം അതൊക്കെ അവർ വൃത്തിയാക്കിയതാണ്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കുമെന്നാണ് തോന്നുന്നത്. അടിപൊളി ഒരു റിസർവോയർ ആക്കുമായിരിക്കും ഇവിടെ. അപ്പോൾ മൊത്തം ഈ കിടക്കുന്ന വെള്ളം പോലെ മൊത്തം വെള്ളം കിടക്കും. അപ്പോൾ അത് നമ്മളെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം മേളിൽ കൂടെ അതാണ് പാലം. നമുക്ക് അപ്പുറത്തെ സൈഡ് പോകാൻ പറ്റില്ല. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാം. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. പണ്ട് ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഉണ്ടോ? അവിടെയൊക്കെ ഒരു വനത്തിൻ്റെ സെറ്റപ്പാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയ പോലെയൊക്കെ തോന്നും. സൂപ്പറാണ് കേട്ടോ. അതെല്ലാം അടിപൊളിയാണ്. ഉണ്ടോ? ഈ ഗ്രൗണ്ട് അങ്ങറ്റം വരെ കിടക്കണം. ഏക്കർ കണക്കിന് ഗ്രൗണ്ടാണ്, പുൽത്തകിടിയാണ്. പിന്നെ ആ ബൈക്ക് പഠിക്കുന്ന ടീം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പം മാസ്റ്റർ ഇറങ്ങി പഠിക്കുന്ന പയ്യനാണ് ഓടിക്കുന്നത്. അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണം. എടുക്കുന്നുണ്ട്. പോട്ട് അങ്ങനെ. പിന്നെ ഇവിടെ വീണാലും കുഴപ്പമില്ല, അതാണ് അവൻ്റെ ഒരു ധൈര്യം. ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല. ഇവിടെ വീണാലും വേറെ പ്രശ്നമൊന്നും സംഭവിക്കില്ല. വണ്ടിക്കൊന്നും സംഭവിക്കില്ല, ആളിനൊന്നും സംഭവിക്കില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആദ്യക്കൂട്ടം ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. ആദ്യക്കൂട്ടം നിർബന്ധപ്രകാരമാണ് നമ്മളിങ്ങോട്ട് വന്നത്. അതിന് വെക്കേഷനായപ്പോൾ ഈ കട്ടയ്ക്കലെന്നാണ് ഇവിടെ പറയുന്നത്. പൂക്കുടിയെന്നും കട്ടയ്ക്കലെന്നൊക്കെ പറയും. ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് കൂടെ ഒന്ന് പറഞ്ഞോ.